ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് 5 പേർ കൂടുതൽ നിങ്ങൾക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഓപ്ഷനാണ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾക്ക് തരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പുതിയ ട്രിക്ക് ഉണ്ട് വാട്സപ്പിൽ. ഈ ട്രിക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ രാജേഷ് പയ്യന്നൂർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. വാട്സപ്പിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങൾക്ക് 5 വ്യക്തികൾക്ക് അഥവാ 5 ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ 5 വ്യക്തികൾക്ക് മാത്രമേ നിങ്ങൾക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്കിൽ ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് 256 പേർക്ക് നിങ്ങൾക്ക് ഒരേ സമയം മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഇത് യൂട്യൂബർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ബട്ടൺസ് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 3 ബട്ടൺസ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഫസ്റ്റ് ന്യൂ ഗ്രൂപ്പ് എന്ന് കാണാം, സെക്കൻഡ് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര പേർക്ക് ഏത് വ്യക്തിക്കാണോ നിങ്ങൾക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യേണ്ടത് അവരെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാൻ പോകുന്നതാണ്. ഇതിൽ ന്യൂ ബ്രോഡ്കാസ്റ്റ് എടുത്ത് അതിന് ശേഷം നിങ്ങൾക്ക് ഓരോ വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കെല്ലാം മെസ്സേജ് ഫോർവേഡ് ചെയ്യണം ആ വ്യക്തികളെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 257 പേരെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ഗ്രീൻ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്കിന് ശേഷം ഇതൊരു ഗ്രൂപ്പായിട്ട് കാണാം. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഒരേ സമയം എല്ലാവർക്കും ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഓപ്ഷനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഇത് അറിയുന്നവർക്ക് വേണ്ടിയില്ല, ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം.